ഞാൻ അടുത്ത ടോപ്പിക്കാണ് ലിക്വിഡേഷൻ. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ CIR പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞു ഈ NCLT ഈ പറഞ്ഞ റെസൊല്യൂഷൻ പ്ലാൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഓക്കെ, ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയാൻ പോണത്. അപ്പോൾ നോക്കാം. അപ്പോൾ എന്താണ് ലിക്വിഡേഷൻ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് മീനിങ് പറയാം. അതായത് നമ്മൾ കമ്പനിയെ പൂട്ടുന്ന ഒരു പ്രക്രിയ. അതായത് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിന് നമ്മൾ കമ്പനിയുടെ അസറ്റ്സ് വിറ്റ് പണം കൊടുക്കുന്ന ഒരു ഏർപ്പാട്, അതാണ് ലിക്വിഡേഷൻ. അത് കമ്പനി ഇല്ലാതെയാക്കുക. ഇനി ലിക്വിഡേഷൻ ഓഫ് എ കോർപ്പറേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറയണത് ഈ CIRP വിജയിക്കാത്ത പോയ കമ്പനീസ് ഉണ്ടാവും, അല്ലെങ്കിൽ കടത്തിന്മേൽ കടമായിട്ടിരിക്കുന്ന കമ്പനീനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ച് അത് വൻ പരാജയമായിട്ടിരിക്കുന്ന കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ ആ കമ്പനികളെ നമ്മൾ അടച്ചു പൂട്ടുന്ന പ്രക്രിയയാണ് എന്ത്? ലിക്വിഡേഷൻ. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ലിക്വിഡേഷൻ്റെ സ്റ്റെപ്സാണ് ഞാൻ പറയാൻ പോണത്. ആദ്യം ഈ NCLT ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യണം. അത് കഴിയുമ്പോൾ ലിക്വിഡേഷൻ എസ്റ്റേറ്റ് അവരുണ്ടാക്കും. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് കൺസോൾട്ടേഷൻ ഓഫ് ക്ലെയിംസ്. അതായത് ആർക്കൊക്കെയാണ് ആ കമ്പനി പൈസ കൊടുക്കാനുള്ളത് അതെല്ലാം കൂടി ഒരുമിച്ച് കൺസോൾട്ടേറ്റ് ചെയ്യും. അതിനാണ് കൺസോൾട്ടേഷൻ ഓഫ് ക്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത സ്റ്റെപ്പാണ് ചെക്ക് ഫോർ സർട്ടൻ ട്രാൻസാക്ഷൻസ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ക്ലെയിംസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചില ട്രാൻസാക്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ്. പിന്നെ അവസാനത്തെ സ്റ്റെപ്പാണ് ഡിസൊല്യൂഷൻ വഴി ആ കമ്പനി ഇല്ലാതെയാവും. അപ്പോൾ ഈ ഓർഡറിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ, നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ. അതിനു മുമ്പ് ലിക്വിഡേറ്റർ എന്താണെന്ന് നോക്കാം. ലിക്വിഡേറ്ററിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത് കമ്പനിയുടെ തന്നെ അസറ്റ്സ് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ക്രെഡിറ്റേഴ്സിന് നിയമപ്രകാരം അവർക്ക് പൈസ വിതരണം ചെയ്യുന്ന വ്യക്തിയാണ് ഈ ലിക്വിഡേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച CIR പ്രോസസ്സിൽ അത് വൻ പരാജയമായി കഴിയുമ്പോഴാണ് ഈ NCLT ആ കമ്പനി പൂട്ടാനായിട്ടുള്ള ഓർഡർ കൊടുക്കുന്നത്. അതായത് ലിക്വിഡേഷൻ ചെയ്യാൻ പറയും. അപ്പോൾ ചിലപ്പോൾ ഈ RPനെ തന്നെ ലിക്വിഡേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ വേറെ പുതിയ ഒരാളെ ലിക്വിഡേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. ഞാൻ അടുത്ത പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ അത് നോക്കാം. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലെയിംസ് വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ആ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിൻ്റെ എല്ലാ അസറ്റ്സിനെയും പ്രോപ്പർട്ടീസിനെയും നിയന്ത്രിക്കുക. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ ക്യാപിറ്റൽ ഡെപ്റ്റേഴ്സിൻ്റെ ബിസിനസ് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ അവരുടെ മൂവബിളായിട്ടുള്ള പ്രോപ്പർട്ടീസ് സെല്ല് ചെയ്യുക. അതുപോലെ തന്നെ ടു എൻഡേഴ്സ് ഡ്രോ അക്സെപ്റ്റ് മേക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ഒബ്റ്റെയിനിങ് പേയ്മെൻറ്റ് ഓഫ് എനി മണി ഡ്യൂ, to obtain any professional assistance, to invite and settle claims, to defend any suit or legal proceedings, to investigate in financial affairs of corporate debtors, power to access information from IU, government agencies, IBBI database information system. അപ്പോൾ ഇതൊക്കെയാണ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ RPയുടെ IRPയുടെ ഒക്കെ ഡ്യൂട്ടീസും പവേഴ്സും ഏകദേശം സിമിലർ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ലിക്വിഡേറ്റേഴ്സിൻ്റെ പവേഴ്സും ഡ്യൂട്ടീസും. അപ്പോൾ നമ്മൾ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് ഈ ലിക്വിഡേഷൻ എസ്റ്റേറ്റ് ഉണ്ടാക്കും. അപ്പോൾ എന്താണ് ലിക്വിഡേഷൻ എസ്റ്റേറ്റ് നോക്കാം. ലിക്വിഡേഷൻ എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ കമ്പനി പൂട്ടുന്ന സമയത്ത് ലിക്വിഡേറ്റർ കൈവശം എടുക്കുന്ന കമ്പനിയുടെ എല്ലാ അസറ്റ്സും. ഓക്കെ, ചില അസറ്റ്സ് നമ്മൾ എടുക്കില്ല, ചില അസറ്റ്സ് എടുക്കും. അത് നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടോട്ടൽ അസറ്റ് അല്ലെങ്കിൽ ആ ഒരു സമ്പത്തിനെയാണ് നമ്മൾ ലിക്വിഡേഷൻ എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഈ ലിക്വിഡേഷൻ എസ്റ്റേറ്റ് വെച്ചിട്ടാണ് ക്രെഡിറ്റേഴ്സിന് നിയമപ്രകാരം അത് വിതരണം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സമ്പത്തിനെയാണ് നമ്മൾ ലിക്വിഡേഷൻ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ ലിക്വിഡേഷൻ എസ്റ്റേറ്റ്. അതിൻ്റെ അകത്ത് ഞാൻ ഏതൊക്കെ അസറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓണർഷിപ്പ് റൈറ്റ്സ് ഉള്ള എന്ത് അസറ്റ്സും അത് ഇൻക്ലൂഡബിളാണ്. പിന്നെ കോർട്ട് ഓർഡർ വഴി കിട്ടിയ അസറ്റ്സൊക്കെ ഇൻക്ലൂഡബിളാണ്. അതുപോലെ തന്നെ CDയുടെ കയ്യിലുള്ളതും കയ്യിലില്ലാത്ത അസറ്റ്സ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ഒക്കെ ചിലപ്പോൾ CDയുടെ പേരിലാണെങ്കിൽ പോലും ചിലപ്പോൾ CDയുടെ കയ്യിൽ ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും ആ അസറ്റ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഈ CDയുടെ ടാഞ്ചിബിളും അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ ഏതെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സ് വഴി റിക്കവർ ചെയ്ത് കിട്ടിയ ഏതെങ്കിലും അസറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡബിളാണ്. അതുപോലെ തന്നെ നമ്മൾ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് ഏതെങ്കിലും നമ്മൾ അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ
പിന്നീട് ആ സെക്യൂർഡ് ക്രെഡിറ്റർ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ അസറ്റ് നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് അസറ്റൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ സി ഡിയുടെ എല്ലാ പ്രോപ്പർട്ടീസും അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഈ അസറ്റെല്ലാം വിറ്റ് കിട്ടുന്ന പ്രൊസീഡ്സ് ഉണ്ടാവുമല്ലോ, പൈസ ഉണ്ടാവുമല്ലോ, അതും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ ലിക്വിഡേഷൻ എസ്റ്റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അസറ്റ്സ്. ഓക്കെ, ഇനി ഏതൊക്കെ അസറ്റ്സാണ് എക്സ്ക്ലൂഡ് നോക്കാം. അതായത് ലിക്വിഡേഷൻ എസ്റ്റേറ്റിൽ വരാത്ത അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ചിലപ്പോൾ സി ഡിയുടെ ഏതെങ്കിലും അസറ്റ് ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കും അത് കൈവശപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഓണർഷിപ്പ് എല്ലാം തേർഡ് പാർട്ടി ആണെങ്കിൽ ആ അസറ്റ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. പിന്നെ ഫോറിൻ അസറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. അതുപോലെ തന്നെ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ടൊക്കെ നമ്മൾ ഏതെങ്കിലും അസറ്റ്സ് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിലും അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യില്ല. അതുപോലെ തന്നെ സി ഡിയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സ് അത് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. അതുപോലെ IBBI പ്രകാരം ഏതെങ്കിലും അസറ്റ്സ് സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. അതുപോലെ ട്രസ്റ്റ്, ബെയിൽമെൻറ്റ്, കോൺട്രാക്ട്സ്, വർക്ക്മെൻ പെൻഷൻ ഫണ്ട്, ഇതിൻ്റെ അകത്ത് വരുന്ന അസറ്റ്സ് ഉണ്ടാവുമല്ലോ, അതും ഈ പറഞ്ഞ ലിക്വിഡേഷൻ എസ്റ്റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ലിക്വിഡേഷൻ എസ്റ്റേറ്റ്. ഓക്കെ, ഞാൻ തേർഡ് സ്റ്റെപ്പാണ് കൺസോൾട്ടേഷൻ ഓഫ് ക്ലെയിംസ്. അതെന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഈ പറഞ്ഞ ലിക്വിഡേറ്റർ 30 ദിവസത്തിനുള്ളിൽ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ ക്ലെയിംസും കളക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സ് അവരുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ക്ലെയിംസ് ഈ ലിക്വിഡേറ്ററിന് സബ്മിറ്റ് ചെയ്യും. ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഈ പറയുന്ന ഇൻഫോർമേഷൻ യൂട്ടിലിറ്റി വെച്ചിട്ടായിരിക്കും അവർ ക്ലെയിം സബ്മിറ്റ് ചെയ്യണത്. ഓക്കെ, അതുപോലെ ചില ക്രെഡിറ്റർ രണ്ടും ആവാം, അതായത് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആവാം, ഓപ്പറേഷണൽ ക്രെഡിറ്റർ ആവാം. അങ്ങനെ വരുമ്പോൾ ആ പറഞ്ഞ ക്രെഡിറ്റർ സെപ്പറേറ്റ് ആയിട്ട് വേണം ക്ലെയിംസ് സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ലിക്വിഡേറ്റർ എല്ലാവരുടെ ക്ലെയിംസ് കളക്ട് ചെയ്തു, അത് ഓരോന്നായിട്ട് വെരിഫൈ ചെയ്യും. അപ്പോൾ ലിക്വിഡേറ്റർ ഓരോ ക്ലെയിംസും ഓരോന്നായിട്ട് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മൊത്തത്തിൽ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ മൊത്തത്തിൽ ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പകുതി ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും, പകുതി ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ തേർഡ് സ്റ്റെപ്പ്. ഞാൻ ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ചെക്ക് ഓർ അവോയ്ഡ് സർട്ടൺ ട്രാൻസാക്ഷൻസ്. ചില ട്രാൻസാക്ഷൻസ് നമ്മളത് ചെക്ക് ചെയ്തിട്ട് അത് നോക്കണം, ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ആണോ എന്ന്. ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്? പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ, അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻ, ഡീഫ്രോഡിങ് ട്രാൻസാക്ഷൻ, എക്സ്റ്റോർഷനേറ്റ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഈ ഇൻസോൾവൻസിക്ക് മുമ്പ് കമ്പനി മറ്റുള്ളവരെക്കാൾ കൂടുതൽ മുൻഗണന ക്രെഡിറ്റേഴ്സിന് കൊടുക്കുകയും എന്നിട്ട് ആ ക്രെഡിറ്റേഴ്സിന് പണം നൽകുകയും അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന ആ ട്രാൻസാക്ഷനെയാണ് നമ്മൾ പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ CIRPക്ക് മുമ്പ് കമ്പനിക്ക് കുറേ ക്രെഡിറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, അതിൽ ഒരു ക്രെഡിറ്ററിന് മുൻഗണന കൊടുത്ത് ചിലപ്പോൾ ആ ക്രെഡിറ്ററിന് കൊടുക്കേണ്ട ഫുൾ ലോൺ എമൗണ്ടും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ട്രാൻസാക്ഷനെയാണ് പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി ഇൻസോൾവൻസിക്ക് മുമ്പ് കമ്പനിയുടെ ഏതെങ്കിലും അസറ്റ്സ് മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഫ്രീ ആയിട്ടോ ഗിഫ്റ്റ് ആയിട്ടോ കൊടുക്കുകയും ചെയ്ത ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആ കമ്പനിക്ക് ചിലപ്പോൾ 1 കോടി വില മതിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പോൾ ഇൻസോൾവൻസിക്ക് മുമ്പ് ചിലപ്പോൾ ആ പ്രോപ്പർട്ടി ആ കമ്പനി ചിലപ്പോൾ 40 ലക്ഷം രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ വിറ്റത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ട്രാൻസാക്ഷനാണ് അണ്ടർ വാല്യൂ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡീഫ്രോഡിങ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫ്രോഡുലൻറ്റ് ട്രാൻസാക്ഷൻസ്. എങ്ങനെയെങ്കിലും ക്രെഡിറ്റേഴ്സിനെ വഞ്ചിക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടി കടം ഒഴിവാക്കാനോ അല്ലെങ്കിൽ അസറ്റ് മറിക്കാനോ അങ്ങനെ ചെയ്യുന്ന തട്ടിപ്പുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ഡീഫ്രോഡിങ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനീസ് ചിലപ്പോൾ ഇല്ലാത്ത ലയബിലിറ്റീസിനെ ഇവർ ക്രെഡിറ്റേഴ്സിന് മുമ്പിൽ അവതരിപ്പിക്കും, അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള അസറ്റ്സ് ഇവർ മനഃപൂർവ്വം എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും. ഇനി അടുത്ത അതാണ് എക്സ്റ്റോർഷനേറ്റ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. അതെന്താണെന്ന് നോക്കാം. കമ്പനി കടം വാങ്ങുമ്പോൾ വേണ്ടതിൽ കൂടുതലായ വ്യാജ പലിശ നൽകാൻ ഒറ്റ ഉദ്ദേശത്തോടുകൂടി ഒപ്പിടുന്ന ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എക്സ്റ്റോർഷനേറ്റ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇത് അസാധാരണവും അതർ ക്രെഡിറ്റേഴ്സിന് നഷ്ടം വരുത്തി വയ്ക്കുന്ന വിധത്തിലായിരിക്കും ഈ ട്രാൻസാക്ഷൻസ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം കൊടുത്തു. അയാൾ പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ കടം തീർക്കണം, കടം തീർത്തില്ലെങ്കിൽ ഞാൻ
വലിയ തുക ഈടാക്കുമെന്ന് പറഞ്ഞു പെനാൽറ്റി ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റോർഷനേറ്റ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മളത് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ഞാൻ അടുത്ത സ്റ്റെപ്പാണ്, 5th സ്റ്റെപ്പാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് കമ്പനി ഇപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ അസറ്റ്സ് എല്ലാം വിൽക്കും ഈ ലിക്വിഡേറ്റർ. എന്നിട്ട് ആ വിറ്റ് കിട്ടിയ പൈസ ഒരു നിയമപ്രകാരമുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് കമ്പനിയുടെ തന്നെ ക്രെഡിറ്റേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഈ പൈസ കൊടുക്കും. അപ്പോൾ അതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റ് കിട്ടുന്ന പൈസ ഈ രീതിയിലായിരിക്കണം ആ ലിക്വിഡേറ്റർ പൈസ വിതരണം ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി CIRP ആൻഡ് ലിക്വിഡേഷൻ കോസ്റ്റിന് കൊടുക്കണം. സെക്കൻഡ് വർക്ക്മെൻസ് ഡ്യൂ ഫോർ 24 months, പിന്നെ എംപ്ലോയീസ് ഡ്യൂ ഫോർ 12 months, പിന്നെ ഫിനാൻഷ്യൽ ഡെപ്റ്റ്സ് ടു അൺസെക്യൂർഡ് ക്രെഡിറ്റർ, പിന്നെ എനി എമൗണ്ട് ഡ്യൂ ടു ഗവൺമെൻറ്, പിന്നെ എനി റിമൈനിങ് ഡെപ്റ്റ്സ് ആൻഡ് ഡ്യൂസ്, പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, പിന്നെ ലാസ്റ്റാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇതാണ് പ്രയോറിറ്റി ലിസ്റ്റ്. അപ്പോൾ ഈ ലിസ്റ്റ് പ്രകാരമായിരിക്കണം നമ്മൾ വിറ്റ് കിട്ടുന്ന പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അടുത്തൊരു സ്പെഷ്യൽ കേസാണ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അവർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് നോക്കാം. സെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അവർ സെക്യൂരിറ്റി ആയിട്ട് ഏതെങ്കിലും അസറ്റ് മേടിച്ചുകൊണ്ട് പോകും. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് സെക്യൂർഡ് ക്രെഡിറ്റർ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ സെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ കേസിൽ നമ്മൾ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 2 രീതി നോക്കണം. എക്സസിൻ്റെ കേസ് നോക്കാം. ഇവിടെ ലോൺ എമൗണ്ടിനേക്കാളും കൂടുതലാണ് ഈ സെക്യൂരിറ്റി എമൗണ്ട് വന്നെങ്കിൽ സെക്യൂർഡ് ക്രെഡിറ്റർ ലിക്വിഡേറ്ററിന് ബാക്കി എക്സ്ട്രാ പൈസ സർപ്ലസ് എമൗണ്ട് അടിക്കണം. ഇത് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിൻ്റെ അകത്ത് സെക്യൂരിറ്റി എമൗണ്ടിനേക്കാളും കൂടുതലാണ് ലോൺ എമൗണ്ടെങ്കിൽ ലിക്വിഡേറ്റർ സെക്യൂർഡ് ക്രെഡിറ്ററിന് ബാക്കിയുള്ള പൈസ കൊടുക്കണം. അതാണ് ഇതിനകത്ത് പറഞ്ഞത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിസൊല്യൂഷൻ. അതായത് ലിക്വിഡേഷന് ശേഷം കമ്പനി നിയമപരമായിട്ട് അവസാനിപ്പിക്കുക. അതായത് ഈ പറഞ്ഞ ക്രെഡിറ്റേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പൈസ എല്ലാം വിതരണം ചെയ്തതിന് ശേഷം കമ്പനി പിരിച്ചുവിടുക. കമ്പനി പിരിച്ചുവിട്ട ശേഷം ലിക്വിഡേറ്റർ NCLTനെ അറിയിക്കും ഈ കമ്പനി ഡിസൊല്യൂഷനായി. എന്നിട്ട് ഡിസൊല്യൂഷൻ ഓർഡറിൻ്റെ ഒരു കോപ്പി MOCക്ക് ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇത്രയുള്ളൂ ചാപ്റ്റർ. താങ്ക് യു.